കേരളക്കരയെ ഒന്നടങ്കം ചിരിപ്പിച്ച മലയാളികളുടെ ഹൃദയം കീഴടക്കിയ രണ്ടുപേരാണ് നമുക്കൊപ്പം ഉള്ളത്. ചില ആളുകൾ ചോദിക്കും, ഒരാഴ്ച ഇരുന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇതാണോ എപ്പോഴും നന്നാവുമല്ലോ. ഞങ്ങള് കോഴിക്കോട് സ്ലാങ് തന്നെയാ. ഒരുപാട് നമ്മളെ കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ്. കമന്റ് ബോക്സ് നിറയെ എങ്ങനെയാ സിനിമന്റെ കാര്യം പറഞ്ഞോണ്ടാ. സിനിമയിലേക്കൊരു നോട്ടം ഉണ്ടോ? നോട്ടം പറയണ്ടാന്ന് പറഞ്ഞാലും അതങ്ങനെ ഫ്ലോയില് വന്നു. ചേച്ചി മാറ്റിട്ടൊന്നുകൂടി എടുക്കണം. കാർത്തിനെ നമ്മൾ കാർത്തിനെ എടുത്തു പറയാനെന്നുള്ള ആ സീസൺ തൊട്ടേ ഉണ്ടല്ലോ. കുറെ പേര് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരും. ഷറഫുദ്ദീനും മാത്യൂസ് കുറെ സിനിമേന്റേതായിട്ട് അവരൊക്കെ പേഴ്സണലി അവരൊക്കെ നമ്മളെടുത്തോ അല്ലെങ്കിൽ നമ്മള് ജഡ്ജസിന്റെ അടുത്ത് പറയും, ഇങ്ങനെ അവരൊക്കെ നല്ലത് പറഞ്ഞിട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടോ എന്നൊക്കെ പറയും. ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ കേരളക്കരയെ ഒന്നടങ്കം ചിരിപ്പിച്ച മലയാളികളുടെ ഹൃദയം കീഴടക്കിയ രണ്ടുപേരാണ് നമുക്കൊപ്പം ഉള്ളത്. ദൃശ്യ ചേച്ചി ആൻഡ് ജ്യോത്സ്ന ചേച്ചി. ചേച്ചി പറയണ്ടാന്ന് പറഞ്ഞാലും അതങ്ങനെ ഫ്ലോയില് വന്നു. ചേച്ചി മാറ്റിട്ടൊന്നുകൂടി എടുക്കണം. ചേച്ചി കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല, പിന്നെ എനിക്ക് കുഴപ്പമില്ല. എന്താറിയോ, പ്രായം ആരും കേൾക്കാണ്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇപ്പോ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് നേരെ ഫ്ലോറിലേക്ക് വരാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്ക് ആദ്യം നിങ്ങളുടെ സ്ക്രിപ്റ്റില് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഷയാണ് കോഴിക്കോടിന്റെ തനിനാടൻ ഭാഷ. അപ്പൊ എങ്ങനെയാണ് ഇതൊരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് വന്നതാണോ അതോ പ്ലാൻഡ് ആയിരുന്നോ? പ്ലാൻഡ് അല്ല, ഞങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ അങ്ങനെ വന്നതാണ്. രണ്ടുപേരും കോഴിക്കോടുകാർ തന്നെയാണ്. അതെ, രണ്ടുപേരും കോഴിക്കോട്. എവിടെയാ കോഴിക്കോട് എവിടെയായിട്ടായിരുന്നു? കോഴിക്കോട് എന്റെ സ്വന്തം വീട് വരുന്നത് നരിക്കുനി പൈമ്പാലശ്ശേരി എന്ന് പറയും. കറക്റ്റ് പൈമ്പാലശ്ശേരി. കല്യാണം കഴിച്ച ഹസ്ബൻഡിന്റെ വീട് രാമനാട്ടുകര കൈതക്കൊണ്ടാന്ന് പറഞ്ഞ സ്ഥലം, മലപ്പുറം ബോർഡർ. എന്റെ വീട് ഫറൂഖ് കോഴിക്കോട് തന്നെ. ഹസ്ബൻഡിന്റെ വീടും ഇവിടെ കോട്ടൂളി കോഴിക്കോട് നഗരമധ്യത്തിൽ. പഠിച്ചു വന്നതല്ലേ, പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇവിടെ പ്ലാൻ ചെയ്തിട്ട് എനിക്കത് കിട്ടൂല. അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം കഴിഞ്ഞ് വരണ്ടേ. അതുപോട്ടെ, ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരി എന്നാണ് ഒരു ഫ്ലോറിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞങ്ങൾ രണ്ടും രണ്ടായിട്ടാണ് എത്തിയത്, പിന്നെ ഒരുമിച്ച ആൾക്കാരാ. അപ്പൊ ആദ്യം എന്റെ പറഞ്ഞു. അതെ, ഞാൻ പറയാം. ഞാനും വേറൊരു പേരും കൂടെയായിരുന്നു ആദ്യം സീസൺ 1 സ്കിറ്റ് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് ഓർമ്മ. അപ്പം ചെയ്ത സമയത്ത് ഇവള് ഇതേപോലെ തന്നെ വേറൊരു പേരുടെ കൂടെ വന്നു. അങ്ങനെ പോകെ ഒന്നായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസവിക്കാൻ വേണ്ടി പോകുന്നു. പോയിട്ട് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് പ്രസവിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോ എന്റെ പേര് വേറെ പോയപ്പോ ഞാന് തിരിച്ചു വരണല്ലോ. തിരിച്ചു വരുമ്പോ പുതിയൊരു പേരിനൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണ്ടി പോകും. അതേ സമയത്ത് ഇവളും എന്റെ പേരും പ്രസവിക്കാൻ വേണ്ടി ചെറുതായിട്ട്. കസിന്റെ വൈഫായിരുന്നു പേര്. അപ്പൊ ആദ്യം എന്റെ മോളെ അതിൽ കൊണ്ടുവരണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ മോളെ വീഡിയോ ഒക്കെ അയച്ചപ്പോ സെലക്ട് ആയി. അന്ന് കോവിഡിന്റെ ടൈമില് വീഡിയോ കോൾ ചെയ്തിട്ടാ ഓഡിഷൻ നടത്തിക്കൊണ്ടിരുന്ന, ഗ്രൂമിങ് ഓഡിഷൻ. അപ്പൊ അന്ന് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇവള് കരഞ്ഞു. അപ്പൊ കരഞ്ഞപ്പം അവര് പറഞ്ഞു പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് വാശി, അവിടെ എങ്ങനെയെങ്കിലും എത്തണമല്ലോ. പിന്നെ മോള് ബാക്കോട്ട് അടിച്ചപ്പം എനിക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ള വാശി. അങ്ങനെ ഞാൻ കുറെ പേരെടുത്ത് ചോദിച്ചു. ലാസ്റ്റ് ആണ് കസിന്റെ വൈഫ് ഓക്കെ നമുക്ക് പോവാന്നാണ്. അത് ഒറ്റ എപ്പിസോഡ് ചെയ്യുക, വരിക, ആ ഫ്ലോറിലൊന്ന് കയറുക എന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. പക്ഷെ ഇപ്പൊ 4 വർഷമായി തിരിച്ചു പോകുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെക്കൻഡ് സീസൺ 2 ആയപ്പോ ഞങ്ങൾ അങ്ങനെ പോയി. സീസൺ 1 പകുതി വെച്ച് നിർത്തിയത്. ഐ മീൻ സീസൺ 1 ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഞാനൊരു 5 മാസം വരെ പോയി. 5 മാസം കഴിഞ്ഞു. പിന്നെ തിരിച്ചു പോകുന്ന 1 വർഷം ഗ്യാപ്പ് എടുത്തല്ലേ. 1 വർഷം കഴിഞ്ഞ് മോൻ 8 മാസമായപ്പോ തിരിച്ച് വീണ്ടും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെയറായി. ഞങ്ങൾ 1-2 റീലൊക്കെ സാമ്പിൾ ആയിട്ട് ആദ്യം എടുത്തിട്ട് നോക്കി. റോൺ വോയിസ് റീലൊക്കെ അല്ലെ എടുത്തിട്ട് നോക്കിയപ്പോ അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് സ്ലാങ് തന്നെയാണ്. ഞങ്ങള് കോഴിക്കോട് സ്ലാങ് തന്നെയാ. നമ്മളെ സ്ലാങ് ഒരുപാട് പേർക്ക് നമ്മളെ കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ്. കമന്റ് ബോക്സ് നിറയെ എങ്ങനെയാ ഫുൾ ലാംഗ്വേജിൽ എടുത്തിട്ട്. അപ്പൊ ഞങ്ങൾ അത് തന്നെ, ഞങ്ങൾക്ക് അവിടെ നിന്നും അതേ സപ്പോർട്ട് തന്നെയാ തരുന്നത്. നമ്മളെ സ്ലാങ് തന്നെ ചെയ്യാൻ വേണ്ടിട്ടാ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പിടിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് തുറന്നു പറയണം. ഇപ്പൊ നമ്മളറിയാലോ, അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരും 2 പേരായിട്ടായിരുന്നല്ലോ ആദ്യം വന്നിരുന്നത്. അപ്പൊ ഉണ്ടായിരുന്നൊരു ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മൾ ഒരാൾ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോ ഉണ്ടാവില്ല ഒരു ഇംപ്രഷൻ. അതെന്തായിരുന്നു രണ്ടുപേർക്കും പരസ്പരം? അതായത് നമ്മള് ഫസ്റ്റ് സ്കിറ്റ് ചെയ്യുമ്പോഴല്ല, ഞങ്ങൾ രണ്ടുപേരും 2 ടീമായിരുന്നു. ചേച്ചിക്ക് എന്തായിരുന്നു ചേച്ചിയെ കുറിച്ച്? ഞാൻ അത് പറയാം. ഞാൻ വരുന്ന സമയത്ത് ഇവൾ അത്യാവശ്യം ഹൈപ്പിൽ നിൽക്കുക. ഞാൻ ആ പ്രോഗ്രാമിലേക്ക് വരുമ്പോ നമ്മളൊന്ന് അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യം ഭയങ്കര ജാടയാവും,
സംസാരിക്കുമ്പോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണല്ലോ. അപ്പൊ അവരൊക്കെ നല്ല ഹൈപ്പിൽ നിൽക്കും, നമ്മള് കയറി ചെല്ലുന്ന ആൾക്കാര്, പുതിയ ആൾക്കാര്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല. പിന്നെ ഞങ്ങള് ഭയങ്കര കമ്പനിയായി. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങള് ഭയങ്കര കമ്പനിയായി. നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്നതിന് മുമ്പ് പെയറാവുന്നതിന് മുമ്പ് ഞങ്ങള് ഭയങ്കര ഇതായി, ഒരു കണക്ഷൻ, ഒരു സാധനം. ആ സാധനം വന്നു. എന്നെ പറ്റി മര്യാദയ്ക്ക് ഞാൻ നല്ല രീതിക്കാണ് പറഞ്ഞത്, അപ്പൊ എന്നെ പറ്റി നല്ല രീതിക്ക് പറയണം. ഞങ്ങളിപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞ സീസൺ 1 ഞാനും വേറൊരു ആളും കൂടെയാണ് സ്കിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാത്രമുള്ളൂ അവിടെ ലേഡി പെയർ ആയിട്ടുള്ളത്. ഞങ്ങൾ അത്യാവശ്യം നല്ല ഇതിൽ നിൽക്കുന്നു, കോഴിക്കോട് സ്ലാങ്ങിൽ നമ്മൾ മാത്രമേ സ്കിറ്റ് കളിക്കുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അത് 2 ലേഡീസ് തന്നെ വരുന്നത് കോഴിക്കോട് സ്ലാങ്ങിൽ സ്കിറ്റ് കളിക്കാൻ വേണ്ടി. ഫസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ അമ്മ എന്റെ അടുത്ത് പറയണേ, ഇടി എന്നെപ്പോലൊരു പെണ്ണ് സംസാരിക്കുന്ന പെണ്ണ് വന്നിട്ടുണ്ട് ബമ്പർ ശരി. അപ്പൊ ഞാൻ എന്നെ പോലെ സംസാരിക്കുന്നതോ അങ്ങനെ പോയി കാണുന്ന ഫസ്റ്റ് ആ മറ്റേ കിച്ചന്റെ ഒരു സംഭവം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞാൽ കൊള്ളാം, ഞങ്ങൾ സംസാരിക്കുന്ന പോലെ അവളുടെ രീതി അതാണ്, എന്റെ രീതി ഇതാണ്, അങ്ങനെയാണ്. അല്ലാതെ ഒരാളെ ഇമിറ്റേറ്റ് അങ്ങനെ സാധനമല്ല, അവളുടെ രീതി അതാണ്. അങ്ങനെ വെച്ച് പിന്നെ ഞങ്ങൾ കണ്ടു. അപ്പൊ കണ്ടപ്പോ ആദ്യം എനിക്കും തോന്നി ഇത് എന്താണ്, കാരണം ഇവൾ അങ്ങനെ പെട്ടെന്നൊന്നും ആരുടെ അടുത്തും അങ്ങനെ അറ്റാച്ച് അങ്ങനെ ആവുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ കുറെ മാറ്റിട്ടോ. പക്ഷെ അതെ, അപ്പൊ നമ്മള് കൂട്ടായിട്ട് ഇരിക്കുമ്പോഴും നമ്മളെടുത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ ഐ ലവ് യു പറയുന്ന സാധനം, റീല് സാധനങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ റീല് ചെയ്തു, ഓൺ വോയിസ് റീൽ ചെയ്തു. അപ്പൊ നമുക്കുള്ളിലൊരു സാധനമാണ്, നമുക്ക് എപ്പോഴെങ്കിലും അന്ന് ഒരാളെ കൂടെ മാത്രമേ സ്കിറ്റ് കളിക്കാൻ പറ്റൂ, വേറെ ആളുകളെ കൂടെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചാൻസ് ഇട്ടാണ് നമുക്കൊരു സ്കിറ്റ് കളിക്കാം സീസൺ 1 വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറൊരു പെയർ ഉണ്ടെങ്കിൽ എനിക്ക് പോവാം. അപ്പൊ ഞാൻ ആദ്യം എന്റെ മൈൻഡിൽ വന്ന 1-2 പേരാണ്, 2 ആളുകളുടെ, അതിലൊന്ന് ഇവളാണ്. അപ്പൊ ഞാൻ ആദ്യം ഇവളെ തന്നെയാണ് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ ചെയ്ത് നോക്കാം, അപ്പൊ ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഓൺ വോയിസ് 1-2 റീൽ ചെയ്തു. അത് മില്യൺ അല്ലേ, 1 മില്യൺ വ്യൂസ് ഒക്കെ ആയപ്പോ ഞങ്ങൾക്ക് റീലായിട്ട് ഫസ്റ്റ് ആയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് നല്ല അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ആയി. ഞങ്ങൾ തന്നെ സ്കിറ്റ് ഇരുന്ന് സെറ്റാക്കി ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് പോയി, സക്സസ് ആയി. ഫസ്റ്റ് 15. പക്ഷെ അത് നമ്മൾ തന്നെ ഇരുന്ന് നമ്മൾ തന്നെ സെറ്റ് ആക്കിയിട്ട് പോയതായിരുന്നു. പിന്നെ നമ്മള് കൊറേ കാലത്തിന് ശേഷം പോകുന്നോണ്ട് നമുക്ക് തന്നെ ഒരു പേടിയുണ്ട്. സീസൺ 2 ആയപ്പോ ആളുകൾക്ക് മാറ്റം ഉണ്ട്. അപ്പൊ ആ ഒരു സാധനം ഉള്ളതുകൊണ്ടേ പിന്നെ സെക്കൻഡ് രണ്ടാമത് ബമ്പർ പിന്നെ അങ്ങനെ സെറ്റായി. ഗ്യാപ്പ് എടുത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോൻ 8 മാസമുള്ളപ്പോഴാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. ആ മോനെ അത് പറയണം, മോനെ കൂടെ കൂട്ടുന്നോണ്ട് ഹസ്ബൻഡിന്റെ അമ്മ കൂടെ വരുമായിരുന്നു. കൂടെ ഇപ്പോഴും അമ്മ തന്നെയാ കൂടെ വരുന്നേ. മോനെ നോക്കാറ ചെറിയ പണിയൊന്നും അല്ല, വളരെ വലിയ പണി. ഇവനിപ്പം 8 മാസം തൊട്ടിട്ട് അവിടെ ഉള്ളത് കൊണ്ട് പിച്ച വെച്ച് നടന്നൊക്കെ പറഞ്ഞ തറവാടൊക്കെ പോലെ ആയി മഴവില്. അവിടുത്തെ എല്ലാവർക്കും ടെക്നീഷ്യൻസിനെയും എല്ലാരെയും അറിയാം, പേരാ വിളിക്കുക. എല്ലാവർക്കും ഭയങ്കര കാര്യം. അതുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ നോക്കിയില്ലെങ്കിൽ ഇവര് നോക്കിക്കോളും. അങ്ങനെ അപ്പം ഞങ്ങൾ എന്തായി, ഞങ്ങൾ ഓക്കെ ആയി. ഫസ്റ്റ് പോയപ്പോ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നെ ഞങ്ങള് സെറ്റായി. പിന്നെ പക്ഷെ നമ്മൾ ഒരുമിച്ച് സ്കിറ്റ് ചെയ്തതിനു ശേഷം ഒരുപോലെ ഉണ്ട് താനും പറഞ്ഞില്ലല്ലോ. അതിന് മുന്നേ പറഞ്ഞു, മഞ്ജു ചേച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യന്റെ ഒക്കെ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്റെ രീതിയും സംസാരമൊക്കെ ഒരുപോലെ ഒന്നാമത് കോഴിക്കോട് ഭാഷ വരുന്നോണ്ടാണ്. പക്ഷെ നമ്മളെ ഈ സംസാരിച്ചാലൊന്നും കോഴിക്കോട് ഭാഷ ഞങ്ങള് പറയാ. ഇല്ല ആ ഭാഷ വരട്ടെ, കോഴിക്കോട് ഭാഷ മാറും. ഇല്ല കോഴിക്കോട് ഭാഷ വന്നിട്ട് ഞാൻ മാറും, ഞാൻ വേഗം മാറും. പിന്നെയൊക്കെ കൊറേയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. നമുക്ക് ഫോർമൽ ആവുന്നതിന് ഒരു പരിധി ഉണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ പുറത്തുനിന്നാണല്ലോ ഈ ഒരു ഷോ മൊത്തം കാണുന്നത്. അതിനകത്ത് എങ്ങനെയാ, ഫ്ലോർ എങ്ങനെയാ? ഫ്ലോർ അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാല് എങ്ങനെയാണ് അവിടെ എങ്ങനെയാ ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും ഈ പറയുന്ന പോലെ അവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവിടെ തന്നെ നമ്മള് ഷെഡ്യൂൾ പോയി കഴിഞ്ഞാല് നമുക്ക് ഗ്രൂമിംഗ് ഉണ്ട്. ഗ്രൂമിങ്ങിന് നമുക്ക് ഗ്രൂമേഴ്സ് ഉണ്ട്. നമ്മൾ പോയിട്ട് ഗ്രൂമിംഗ് അറ്റൻഡ് ചെയ്യുക, നമ്മള് കണ്ടന്റ് ഡിസ്കസ് ചെയ്യുക, ഓരോ കൗണ്ടറുകൾ പറയാ. ചിലപ്പോൾ ചീറ്റി പോകും, ചിലപ്പോൾ നന്നാവും. അത് മാറ്റി പിന്നെ ഡയറക്ടറെ കാണിക്കുമ്പോൾ ഡയറക്ടർ ഓക്കെ അല്ല എന്ന് പറയും, നമ്മൾ മാറ്റും. അങ്ങനെ പുറമേന്ന് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ടിവിയിൽ കാണുന്ന 5 മിനിറ്റുള്ള ഒരു സ്കിറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിന് പിറകില് ഒരാഴ്ചയോളം ഇരുന്ന് വർക്ക് ചെയ്ത് അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഒരാഴ്ച ഇരുന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇതാണോ എപ്പോഴും നന്നാവുമല്ലോ. അതെ, നമ്മൾ ഭയങ്കര സപ്പോർട്ടാണ് അവിടെ. ഗ്രൂമേഴ്സ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പിന്നെ ജഡ്ജസിന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ല
നമുക്കുള്ള short ആണ്. അവരെ പറയേണ്ട ആവശ്യമില്ല. Short. നമ്മളിപ്പോ അവിടെ ഫാമിലി ആയി, ഇപ്പൊ 4-5 വർഷമായി. ഞങ്ങൾക്കിപ്പോ ഫാമിലി പോലെ, നമുക്ക് അമ്മയുടെ വീട്ടിൽ അച്ഛന്റെ വീട്ടിലൊക്കെ പോകുന്ന പോലെ പോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടായി അവിടെ എത്തിയില്ലെങ്കിലേ ഭയങ്കര ഫ്രണ്ട്സ് ആയി. അതൊരു സൂചനയല്ലേ ഇനിയുള്ള സീസണിലും ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും. കാരണം ഇവിടെ നിന്നൊക്കെ പോകൂലെന്നൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോ നമുക്ക് പോകാൻ പറ്റില്ല ചില ഷെഡ്യൂള്. അവിടെ നിന്നൊക്കെ ആരെങ്കിലും ഫോട്ടോ സ്റ്റാറ്റസോ സ്റ്റോറി ഒക്കെ ഇട്ട കണ്ട ഉള്ളിൽ സത്യം പോയില്ല, അടുത്ത പ്രാവശ്യം എന്തായാലും പോകണം. ഇപ്പൊ സ്ക്രിപ്റ്റിംഗിലേക്ക് വരുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണോ അതോ ഒരു ടീം വർക്ക് തന്നെ ഉണ്ടോ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യണ സമയത്ത്? ടീം വർക്ക് തന്നെ. തീർച്ചയായിട്ടും ഗ്രൂമർ ഉണ്ട്. അവര് പറയുന്നത് അതൊക്കെ അങ്ങനെയാണോ? അല്ല മൊത്തമായിട്ട് അങ്ങനെയൊന്നല്ല. നമ്മള് ഇരുന്ന് നമ്മളെല്ലാരും മെയിൻ ഗ്രൂമർ ആയിരിക്കും. പിന്നെ നമ്മൾ ചിലപ്പോ വെറുതെ പറയുന്ന സാധനങ്ങളൊക്കെ സ്കിറ്റിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ പല സ്കിറ്റുകളും അല്ലെ നമ്മള് വെറുതെ പറഞ്ഞ സംഭവങ്ങൾ. എനിക്ക് മറ്റേ എന്താ ഭൂതം അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ ആ സ്കിറ്റ് ഒരു 3 പ്രാവശ്യം കണ്ടിട്ടോ. എനിക്കെന്നെ അറിയില്ല. പോകുമ്പോ ആളുകൾ പറയുന്ന സ്കിറ്റുകളിൽ ഒരു സ്കിറ്റാണ് അത്. ഭൂതം എനിക്ക് തോന്നുന്നു ഒന്നാ ലുക്ക് നമ്മൾ ലുക്കേ കാണുന്നില്ലല്ലോ. അതിനെ നമ്മൾ ഉദ്ദേശിച്ചല്ലേ നിൽക്കുന്നു മറ്റേ മുല്ലപ്പൂ ചുറ്റുന്നു. അതെന്നുവെച്ചാല് ആ സ്കിറ്റ് ഒക്കെ ഉണ്ടായതെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. നമ്മള് സ്കിറ്റുകളെല്ലാം പൊളിഞ്ഞിരുന്നു, കണ്ടന്റ് എല്ലാം മാറി ആകെ ടെൻഷൻ അടിച്ചിരുന്നപ്പോ ലാസ്റ്റ് ടൈമില് തലേന്ന് നമുക്ക് കിട്ടി. നമ്മള് രാധികേച്ചി നമുക്കൊരു കണ്ടന്റ് പറഞ്ഞു തന്ന് നമ്മൾ അങ്ങനെ സെറ്റായി വന്നു. മുകളിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ തന്നെ ഇരുന്നിട്ട് കുറെ വർക്ക് ചെയ്ത് പിന്നെ കുറെ പേര് കൂടെ വർക്ക് ചെയ്ത സാധനം. അപ്പൊ നമുക്ക് ഈ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുത്ത കോമഡികളൊക്കെ ഉണ്ടാവില്ലേ ഇതിനകത്ത്? അങ്ങനെ സക്സസ് ആയ ഏതെങ്കിലും ഒരു കോമഡി പറയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പം അടർത്തിയെടുത്തല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിലെ ചില സാധനം പറയും. ഇപ്പൊ ബോക്സിങ്ങിന്റെ കയറും എന്റെ ടീമോ സാധനം അത് സ്പോട്ടിൽ വന്ന പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വെറുതെ പറഞ്ഞതാ. അപ്പൊ ഞങ്ങളെ ഗ്രൂമർ പറഞ്ഞടി അത് നല്ലതാ, അതെടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ പ്ലേകളൊക്കെ ചില നമ്മൾ സ്കിറ്റ് പ്രാക്ടീസ് ഫസ്റ്റ് അത് ഉണ്ടാവില്ല. ബമ്പർ അടിച്ചത് ഒരുമിച്ച് ഫസ്റ്റ് ബമ്പർ അടിച്ചത് വിഷ്ണുവേട്ടൻ നമുക്ക് തന്നൊരു സ്കിറ്റാ, ഒരു സിനിമാ നടിയും അതുമായിട്ട്. അത് നമ്മളെ 2ാമത്തെ സ്കിറ്റ്. 3ാമത്തെ സ്കിറ്റ് ഞങ്ങൾ ഗോൾഡൻ ബമ്പർ അടിക്കുക. ഞങ്ങള് ഫസ്റ്റ് ഗോൾഡൻ ബമ്പർ ആണ്. അതിനല്ല മഞ്ജു ചേച്ചി ഭയങ്കര ഇമോഷണൽ. കാരണം ലേഡി പെയറിന് അവിടെ ഗോൾഡൻ ബസർ അടിച്ചിട്ടില്ല. ഇല്ല, സീസൺ ഇത് കഴിയുന്നവരെ അതിനുശേഷം ആർക്കും അടിച്ചിട്ടില്ല. ലേഡി പേയേഴ്സിന് കേട്ടോ, അല്ലാതെ താങ്ക് യു വിഷ്ണുട്ടാ. നല്ല സ്കിറ്റായിരുന്നു. ചെയ്യുമ്പോ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല, പക്ഷെ അതിൽ ഭയങ്കര എഫേർട്ട് എടുത്തു, ഭയങ്കര വർക്ക് ചെയ്തു. അതിലെ മറ്റേ കോമഡി അത് ആരുടെ ബുദ്ധിയായിരുന്നു? എന്റെ മറ്റേ കഞ്ഞി കിഴങ്ങെന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് എന്റെ മോനെ അത് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഭർത്താവിന്റെ എക്സാമ്പിൾ ഉരുളക്കിഴങ്ങ് വേറെ എന്തോ സാധനമായിരുന്നു പറഞ്ഞത്. അത് വിഷ്ണുവേട്ടൻ അങ്ങനെയാക്കി. ഞാൻ വേറെ എന്തോ പറഞ്ഞു പോയതാ. അപ്പൊ പുള്ളി അത് അങ്ങനെയാക്കി തന്നു. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എടുക്കാന്ന്. പിന്നെ ഞങ്ങൾ സ്കിറ്റിനുള്ള പ്ലേകളൊക്കെ ഇതേപോലെ ഞങ്ങൾ ഇരിക്കുമ്പോ ഞങ്ങൾ വെറുതെ തോന്നുമ്പോ നമ്മളെ ലാസ്റ്റ് ബമ്പർ രാജാന്റെ ഇതിനകത്തൊക്കെ അത് ഇരുന്നിട്ടുള്ള പ്ലേ ഒക്കെ അത് ലാസ്റ്റ് നമ്മള് ഫ്ലോർ കയറുന്നതിന് മുന്നേ ഇരുന്ന് സെറ്റ് ചെയ്ത് ശേഷം സെറ്റ് ചെയ്തതാണ്. പിന്നെ ചിലത് ഫ്ലോറിന്ന് കൈയിടുന്ന സാധനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത സാധനം തെറ്റിപ്പോയാലും ക്യാച്ചപ്പ് ചെയ്യാനുള്ള ഒരു ഓൺ ദ സ്പോട്ട് സാധനം പറ്റാറുണ്ട്. ചിലപ്പം പൊളിഞ്ഞപ്പോ അത് മാളൂരെ നമ്മളൊരു തെരുവ് നാടക സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു സാധനം എനിക്ക് അറിയായിരുന്നു അത് അവിടെ എനിക്ക് പോകും. എനിക്ക് 100% സിനിമയിലെ ഡയലോഗ് പാവപ്പെട്ടവരുടെ ഇന്ത്യ, പട്ടിണിപ്പാവങ്ങളുടെ ഇന്ത്യ, നിരക്ഷരരുടെ ഇന്ത്യ, നിരക്ഷര സാധനം വരണം. അപ്പൊ ഇങ്ങനെ പാവപ്പെട്ടവരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും ഇന്ത്യ. അപ്പൊ ഞാൻ ബാക്ക് കൂടെ നിരക്ഷരരുടെ പക്ഷെ ഇതുള്ളതുകൊണ്ട് ഇനിയറുള്ളതുകൊണ്ട് അവർക്ക് കേൾക്കാം, ജഡ്ജസിന് കേൾക്കാൻ ഭയങ്കര ചിരിയായിരുന്നു. ഇപ്പൊ ടോട്ടൽ എത്ര സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും മൊത്തത്തിൽ? നമ്മള് 20 ആദ്യം ഐ മീൻ അല്ല ഒന്നിച്ചല്ലോ. അതാണ് 25 സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ്? ഏറ്റവും
ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഓരോന്നിനും ഓരോ രീതിയിൽ ഇഷ്ടമാണ്. ചിലത് നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് പക്ഷേ നല്ല ഹിറ്റ് ആവുന്ന സാധനങ്ങളുണ്ട്. അതാണ് നമ്മളെ ഭൂതത്തിന്റെ സാധനങ്ങളൊക്കെ. അപ്പൊ മുന്നേ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നിയില്ല? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അത്രയും ടെൻഷൻ അടിച്ചത് എങ്ങനെ പോകുന്നറിയില്ല. കാരണം അങ്ങനെ ലേഡി ഒരു ഭൂതം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വന്നിട്ടില്ല. അപ്പോ അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാ, ഈ പറഞ്ഞ പോലെ എല്ലാരും വിചാരിക്കും ഇത് സിമ്പിൾ ആന്ന് വിചാരിക്കും. പക്ഷെ നമ്മള് തലേന്നൊക്കെയാ കുട്ടികള്, കാരണം അതിന്റെ മുന്നേ കേറാന്ന് പറയുമ്പോ ഞാൻ നമ്മളിപ്പോ സാധാരണ ഒരു സ്റ്റേജ് കയറാണെങ്കിൽ തന്നെ ഒരു മാസം പ്രാക്ടീസ് ചെയ്തിട്ടാ ടെൻഷനാ, വിറയലാ. ഞങ്ങള് വിറച്ചിട്ടല്ലേ, പക്ഷെ അത് കാണുന്നില്ലല്ലോ. ഇല്ല, ഫ്ലോർ കയറി ഫ്ലോർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാ, ആ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല്. പേഴ്സണൽ അല്ലാതെ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ആദ്യമായിട്ട് ആ ഗോൾഡൻ ബമ്പർ കിട്ടിയെന്ന് അത് ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് ആണ്. ബോക്സിംഗ് ഭയങ്കര. പിന്നെ നമ്മളൊരു ഫേവറേറ്റ് സ്കിറ്റാണ് നമ്മളെ ഈ സാരിയാണോ? അല്ല, ആന്റിക് ഷോപ്പിന്റെ സാധനം. അതെ, അത് ഒരുപാട് അഭിപ്രായം കിട്ടി. പടക്കളത്തിന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ ചേഞ്ച് ആവുന്ന നല്ല അഭിപ്രായം കിട്ടിയിട്ടോ സ്കിറ്റായിരുന്നു. അതെ, ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഏതെങ്കിലും സ്കിറ്റ് ബോക്സിങ്ങിനും ഭൂതത്തിനും ഒക്കെ തന്നെ. പിന്നെ ഒരു ആട്ടം നിർത്തിയ ഏട്ടൻ തന്നെ. അത് ചിലപ്പോ എന്റെ പേരറിയില്ല, ആളുകൾ പറയുമ്പോ അങ്ങനെ പറയാം, മറ്റേ ആട്ടം നിർത്തിയ ഏട്ടൻ ഒരു സ്കിറ്റ്. ഇടയ്ക്ക് എന്തോ ഒരു ചേച്ചീനെ കളിയാക്കിയിട്ടാണോ നിങ്ങൾ പരസ്പരം കളിയാക്കുമ്പോ ഞാൻ ഇരുന്നിങ്ങനെ കേൾക്കണേ രസമാണ്. ഇടയ്ക്കിടയ്ക്കില്ല, ഞങ്ങൾ എപ്പോഴും സ്കിറ്റിനകത്തായിരിക്കും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം. അതെ, യക്ഷിബു. അത് തന്നെ, അതെനിക്ക് തോന്നി. അത് നല്ലൊരു സാധനമാണ്, നല്ലതായിരുന്നു. പെട്ടെന്ന് ഓൺ സ്പോട്ട് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കണ നമ്മള്, അത് നല്ലൊരു സാധനം. അത് സജിൻ ചേട്ടൻ, സജിൻ പുനലൂർ, പുള്ളിയുടെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ, വിഷ്വലി അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ സൈൻ ചേട്ടന്റെ സിനിമാറ്റിക് ആയിട്ട്. താങ്ക് യു സൈൻ ചേട്ടാ. എല്ലാവർക്കും താങ്ക് യു. അതെ, എപ്പോഴും നമ്മള് നന്ദിയുള്ള ആളുകളായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ സ്കിറ്റിന്റെ താഴത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കമന്റ് ബോക്സ് ഇങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുമല്ലോ, അതിൽ ആദ്യത്തെയാണ് ഭാഷ, പറഞ്ഞ പോലെ കോഴിക്കോടൻ ഭാഷ. രണ്ടാമത്തത് ഇപ്പൊ ചിലർക്കൊരു ധാരണ ഉണ്ട് ഈ ഡബിൾ മീനിങ് വെച്ച് പറഞ്ഞാൽ മാത്രമേ കോമഡി ആയിട്ട് എടുക്കുള്ളൂ എന്ന്. പക്ഷെ നിങ്ങളുടെ സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല സ്റ്റാൻഡേർഡ് കോമഡി എന്ന് പറയുന്ന രീതിയിലുള്ള സ്കിറ്റുകളാണല്ലോ. അതൊരു എന്താ പറയാ, ഇങ്ങനെ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണോ ഡബിൾ മീനിങ്സ് ഒന്നും കൊണ്ടുവരാതെ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നത്? ഒന്ന് തന്നെ ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാ. കാരണം ആളുകളുടെ മനസ്സിൽ ഈ ഒരു സാധനം ഉണ്ടോ, ഡബിൾ മീനിങ് പറഞ്ഞാലേ അത് മാറണം. പിന്നെ നമ്മള് ലേഡീസ് തന്നെ നമ്മള് ഇങ്ങനെ പറയാൻ പാടില്ല. ഇനിയുള്ള ഒരു ടാസ്ക് ആണ്. അതിന് വലിയ ടാസ്ക് എന്ന് പറയാനല്ല, നമ്മളെ പച്ചാളം ബാസിച്ചിട്ടുണ്ടല്ലോ, പുള്ളി പറയുന്ന പോലെ നിങ്ങള് കൈ നിർത്തുന്ന 4 ഭാവങ്ങൾ, അതുപോലെ എന്തെങ്കിലും 4 ഭാവങ്ങൾ ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കോപ്രായം കാണിക്കൂല. അപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പൊ നമ്മള് പറഞ്ഞ് ചേച്ചി എന്നെ ഒരിക്കൽ നല്ല ക്യൂട്ട് ആക്കി തരണേ. എങ്ങനെ മോളെ ക്യൂട്ട്, അങ്ങനെ തന്നെ ചുണ്ടു വെച്ച് ലിപ്സ്റ്റിക് ഇടാൻ സുഖം, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ 2 സൈഡിലേക്ക് ചുണ്ടൂടെ ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി, നടക്കുന്നില്ല. അതിന്റെ ആള് വേണം. അപ്പൊ 4 ഭാവങ്ങളല്ലേ? അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ 2 ചെയ്യും. അയ്യോ, എനിക്ക് അങ്ങനത്തെ ഭാവങ്ങൾ എനിക്കില്ലേ, വേറെ കോമാളിക്കളികളൊക്കെയാണ് ഞാൻ തരാം. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഞാൻ തരാം, മുഖം കൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റൂല. കാർത്തിക് സൂര്യനെ കുറിച്ച് കാർത്തിക് സൂര്യ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാർത്തി മാത്രല്ല, വർഷയും ഫ്രണ്ട്ലി ആട്ടോ. അതെ, ഭയങ്കര നല്ല കമ്പനി. കാർത്തിനെ ഇപ്പൊ നമ്മള് എടുത്തു പറയാനെന്നല്ല, ആ സീസൺ തൊട്ടേ ഉണ്ടല്ലോ. അതായത് സീസൺ 1 തൊട്ട് ഇപ്പൊ വരെ പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മള് ഫസ്റ്റ് തൊട്ട് കണ്ടോണ്ടിരിക്കുന്നത് ഒന്ന് കാർത്തി, ഒന്ന് മഞ്ജു ചേച്ചി തന്നെയാണ്. ബാക്കി എല്ലാരും പോയി. ഇപ്പം കാർത്തി മഞ്ജു ചേച്ചി നമ്മള് ഫസ്റ്റ് തൊട്ട്. കാർത്തി നമ്മള് കണ്ട് നമുക്ക് നമ്മുടെ ആരോ ആയി. അതുകൊണ്ട് നമുക്ക് ജഡ്ജസിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മഞ്ജു ചേച്ചി നമ്മളൊരു സ്കിറ്റ് കഴിഞ്ഞ് ബമ്പർ അടിക്കും, അല്ലെങ്കിൽ നമ്മളെ ഗോഡ് എന്താകുമ്പോഴും ചേച്ചിയുടെ മുഖത്ത് നമുക്കത് കാണാൻ പറ്റും. നമ്മൾ കമന്റ്സ് പറയുമ്പോൾ ചേച്ചിന്റെ മുഖത്ത് നോക്കിയാൽ മതി, ചേച്ചി നമ്മളെ കൊങ്ങിനെ നോക്കിയിരിക്കും.
ഭയങ്കര സന്തോഷം ആ മുഖത്തുണ്ടാവും. പിന്നെ നമുക്ക് പ്രൈസ് തരാൻ വരുന്ന സമയത്ത് അധികം ചേച്ചിയാ വരിക, നമ്മളെ ഹഗ് ചെയ്യുന്നതും. ഹഗ് ചെയ്യുന്ന സമയത്ത് ചേച്ചി പറയും, ഫീൽ ചെയ്യാൻ പറ്റും. കമന്റ്സ് അല്ലാത്ത രീതിയിൽ നമ്മളടുത്ത് പറയും നന്നായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ല നമ്മളൊരു ബമ്പരാജയിൽ സെലക്ട് ആയപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ചേച്ചിയാ. ചേച്ചി ശരിക്കും ആ ഫ്ലോയില് കാണുന്ന പോലെ തന്നെ. പിന്നെ ചിലപ്പോ അല്ലാതെ ഞങ്ങക്ക് കേൾക്കും, അങ്ങനെ ചീത്തൊക്കെ ചിത്തറിയോ? അവകാശം ആ ഒരു അധികാരം പോലെയാ. പിന്നെ ചേച്ചി ചിലപ്പോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയാ, ഞങ്ങൾ ഇങ്ങനെയാ, ഞങ്ങൾ സ്റ്റിക്ക് ഡയലോഗ് ആയിരിക്കും പറയാ. പക്ഷെ കാണുന്ന സമയത്ത് ഒരു ദിവസം ചേച്ചി സ്റ്റെപ്പ് ഇറങ്ങി വരും, അപ്പൊ ഞങ്ങൾ എങ്ങനെ കണ്ടോ പോയി പഠിക്കട്ടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കാന്നൊക്കെ അറിയും, അതൊക്കെ കേൾക്കും. നല്ലതാ. പിന്നെ എല്ലാരും കേട്ടോ, നസീറൊക്കെ ആണെങ്കിലും ബിബിൻ ചേട്ടനായാലും എല്ലാരും അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്, ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് തൊട്ടേ കാണുന്നതും പിന്നെ നമുക്ക് ചേച്ചി ഒരു ചേച്ചി എന്നുള്ളൊരു കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ള നമുക്ക് ആ ഒരു ഫീല് വന്ന് ചേട്ടനൊക്കെ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിട്ട് ബിബിൻ ചേട്ടൻ വന്ന് പോവാൻ നമുക്ക് അതൊക്കെ പറയും. അയ്യോ ഇവളുമാരായിരുന്നു അങ്ങനെയൊക്കെ പറയും. ബിബിൻ ചേട്ടനാണെങ്കിൽ പറയണ്ട, വേറെ ലേഡി പേരൊക്കെ വരുമ്പോ പറയും ആ ഇവർക്ക് അസൂയ വരും. ഇങ്ങനെ ചോദ്യം വരുന്നുണ്ട്, ചോദിക്കും ഞാൻ. മറ്റേ സ്വന്തം ചേച്ചിയെ പോലെ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ പോകുമ്പോ ബസ്സടിച്ചിട്ട് പോരെന്ന് പറഞ്ഞു. അതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. അല്ല അത് സ്ക്രിപ്റ്റഡ് അല്ല, മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ ചേച്ചി ബസ്സടിച്ച് വന്നപ്പോ ആ എക്സ്പ്രഷൻ, എലി കെണി കുടുങ്ങിയ പോലെ, എന്നിട്ട് അവിടെ കട്സ് ഇറങ്ങിണ്ടായിരുന്നു ആ എക്സ്പ്രഷനെ ആക്കിണ്ടായിരുന്നില്ലേ. ചുമ്മാ വെറുതെ നിന്നപ്പോ നമ്മള് പ്രതീക്ഷിക്കുന്നില്ല ഇത്, അപ്പൊ അന്ന് അടിച്ചിട്ട് പോരെന്ന് പറഞ്ഞപ്പോ ഞാനും ഇങ്ങനെ ചിരിക്കാം, അടിച്ചപ്പോഴാണ് രണ്ടാള്. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു, മറക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ ചേച്ചിയാണല്ലോ അധികം പ്രൈസ് തരാൻ വേണ്ടിട്ട് സ്റ്റേജിലേക്ക് വരാറ്. എനിക്ക് എപ്പോ അത് കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അത് ഒറിജിനൽ പൈസയാണോ? അത് ഞാനല്ല, ഇവളോടുമ്പോ കാര്യം ചോദ്യം തിരിച്ചു ചോദിക്കണം. ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ഒരു പരിപാടി ഇത്രയും പൈസ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക അടക്കുണ്ടാവോ? അതോടുകൂടി ചോദ്യം തീർന്നില്ല. അത് റിലേറ്റ് ചെയ്തില്ല, ചോദ്യം സ്കിപ്പ് അടിക്കട്ടെ, ഇത് ശരിയാവില്ല. ഒക്കെ പോട്ടെ. എന്നാ വേറെ കാര്യം, ഇപ്പൊ ഇത്ര പൈസ പ്രൈസ് എന്ന് പറയണ്ട, ഇത്ര പ്രൈസ് ഇങ്ങനെ ഓരോരുത്തർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കണക്ക് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എത്ര കിട്ടിയോ? കിട്ടി നമ്മള് പിന്നെ ഒരു ഷോ ആവുമ്പോ അതിന്റേതായിട്ട് TDS മീൻസ് എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതുവരെ പൈസ കിട്ടാതെ നമ്മൾ ചെയ്തതിനുള്ളത് കിട്ടും. പിന്നെ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് 90 days. ഞാൻ ചിലരൊക്കെ അങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്തു തരുന്നുണ്ട്. അതൊന്നുമല്ല, കാരണം അല്ലെങ്കിൽ നമ്മള് 4 വർഷം 4-5 വേറെ ചാനലിലൊക്കെ ഒന്നും പോയില്ല. ഞങ്ങളെ തറവാട് ഇതാ, അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നിട്ടുള്ളൂ. കിട്ടാതെ നമ്മള് നിൽക്കൂലല്ലോ. വിളിച്ചിട്ടുണ്ട്, നമ്മളാക്കിയ ഒരു ചാനലില്ലേ, നമുക്ക് മനസ്സിലാവും. എല്ലാവരും പല ടൈപ്പ് രീതിയിലാണ് പറയുന്നത്. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പറയുന്ന പല കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഞങ്ങള് ഇത്രയും കാലം നിന്ന എക്സ്പീരിയൻസില ഞങ്ങള് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. സംശയമുണ്ട്, നമ്മളെ ഓഡിയൻസിന് തന്നെ സംശയമുണ്ട്, ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും. നമ്മള് സാധാരണ പുറമേന്ന് ആളുകളെ നമ്മളെടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളില് ഒന്നാണ് മഞ്ജു ചേച്ചി എങ്ങനെയാ, ഇങ്ങനെ തന്നെയാണോ? രണ്ടാമത്തത് പൈസ മുഴുവൻ കിട്ടുന്നുണ്ടോ? മൂന്നാമത്തത് എന്താണ്, നിങ്ങളൊക്കെ തന്നെയാണോ അതൊക്കെ ഉണ്ടാക്കണേ? ഈ ചോദ്യങ്ങളാണ് അധികം കൂടുതലായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ട് ക്ലിയർ ആക്കി തന്നത്. ആളുകൾക്ക് അത് കേൾക്കാലോ, അപ്പൊ ചിലപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തരം കേൾക്കാലോ. ഇതിലൂടെ എല്ലാരും ക്ലിയർ ആയിരിക്കണം. ഇതിങ്ങനെയൊക്കെയാണ്. അതെ, അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഭാഗ്യത്തിന് സ്കിറ്റൊക്കെ തെറ്റാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണു. ഇപ്പൊ കോഴിക്കോട് ഭാഷ വെച്ചിട്ട് കൊറേ പേര് വന്നിട്ടുണ്ടല്ലോ. സുരഭി ചേച്ചി, നമ്മുടെ ഹരീഷ് ഏട്ടൻ, വിനോദ്. അപ്പൊ അവരാരെങ്കിലും വിളിച്ച് നന്നായിട്ടോ അങ്ങനെ എന്തെങ്കിലും? നമ്മുടെ റീലുകൾക്ക് സുരഭി ചേച്ചി കമന്റ് ഇടാറുണ്ട്. അടിപൊളി കാണാറുണ്ട്. മറിമായത്തിന്റെ
വിനോദം പറയാനുണ്ട് നന്നായിട്ടുണ്ട് കാണാൻ. കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരൊക്കെ ഇതേപോലെ നമ്മളെ വിളിച്ചു പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ബോക്സിങ്ങിന്റെ സ്കിറ്റ് കണ്ടിട്ട് അംബിക മാം. ആ ബോക്സിംഗ് ആണോ കണ്ടത്? ബോക്സിങ്ങിന്റെ സ്കിറ്റ് കണ്ടിട്ട് അംബിക മാം അല്ലേ, നമ്മുടെ രാജാവിന്റെ മകൻ. പുള്ളിക്കാരി ചെന്നൈയിലുള്ള സമയത്തിലെ മഞ്ജു ചേച്ചിന്റെ അടുത്ത് വിളിച്ച് മഴവില്ലേ അവിടെ ചോദിച്ചു നമ്മളെ നമ്പർ രണ്ടുപേരും പേഴ്സണലി വിളിച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങള് ആദ്യം വിളിച്ചപ്പോ ഞാൻ ചുമ്മാ വെറുതെ അംബിക മാമോ പിന്നെ നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആ സംസാരവും ഈ തമിഴ് കലർന്നൊക്കെ കേട്ടപ്പോ ഞാൻ ഇരുന്നിടത്തുനിന്ന് മെല്ലെ എണീറ്റ്. അപ്പൊ ചെന്നെ മനസ്സിലായി അംബികയുടെ ഞാൻ രാജാവിന്റെ അങ്ങനെയൊക്കെ ഒരാള് നമ്മളടുത്ത് പറഞ്ഞു തരും, രാജാവിന്റെ മകൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ തന്നെ ഞാൻ ഇവിടെ വിളിച്ചപ്പോ ഇവളെ വിളിച്ചു. ഞങ്ങൾ ഭയങ്കര പേഴ്സണലി ഇങ്ങനെ വിളിച്ചു പറയാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതേപോലെ ചേട്ടൻ മഞ്ജു ചേച്ചിന്റെ അടുത്തല്ലേ, സാറിന്റെ അടുത്തും പേഴ്സണലി പറഞ്ഞു. പിന്നെ പടക്കളത്തിന് കുറെ പേര് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരും. ഷറഫുദ്ദീനും മാത്യൂസ് കുറെ സിനിമേന്റേതായിട്ട് അവരൊക്കെ നമ്മളെടുത്തോ അല്ലെങ്കിൽ നമ്മള് ജഡ്ജസിനടുത്ത് പറയും ഇങ്ങനെ അവരൊക്കെ നല്ലത് പറഞ്ഞിട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടോ എന്നൊക്കെ പറയും. ഭയങ്കര സന്തോഷം. മറ്റേ ആ ചേച്ചിയാ അവര് വന്നിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഞാൻ അവിടെ ഇരിക്കും. പെട്ടെന്ന് ഓടി വന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇതാരാന്നുള്ളതിലായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെയാണ് അയ്യോ ഇത് മറ്റേ ആളല്ലേ ഫെമിനിച്ചി ഫാത്തിമയിലല്ലേ. അപ്പൊ അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. സീരിയല് അതെ അവിടുത്തെ സീരിയല് കാണുന്ന ആൾക്കാരാ. എല്ലാരും സ്കിറ്റുകൾ എടുത്തു പറയുമ്പോ ഭയങ്കര സന്തോഷം. സിനിമേന്റെ കാര്യം പറഞ്ഞോണ്ടാ സിനിമയിലേക്കൊരു നോട്ടം ഉണ്ടോ? നോട്ടം ഞങ്ങൾ ഒളിഞ്ഞും തിരിഞ്ഞും പക്ഷെ അവിടുന്ന് ഒരു പാളിയ നോട്ടം അറിയാതെ പോലും തെറ്റി നോക്കൂല. അങ്ങനെ പോലും നോക്കൂല. എപ്പോഴെങ്കിലും ഒരു അവസരം വരുമായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ വെയിറ്റിംഗ്. ഞങ്ങളുടെ സമയം ആയിട്ടില്ല. ആ സമയമാകുമ്പോ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ പരിപാടി അല്ലാണ്ട് വേറെന്ത്? ഇതല്ലെങ്കിൽ എങ്ങനെ കഞ്ഞി പിടിച്ച് പോകും? അല്ലെങ്കിൽ കുട്ടികളെ പറ്റിച്ച് ക്ലാസ് എടുത്ത് ജീവിക്കും. ഞാൻ ടീച്ചറായിരുന്നു, 4 വർഷം വർക്ക് ചെയ്തു. സത്യം ടീച്ചറാന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ കുറേ ആയി പഠിപ്പിച്ചിട്ട് 4 വർഷം വർക്ക് ചെയ്തു. MA B.Ed കഴിഞ്ഞതാണ്. അപ്പം വർക്ക് ചെയ്തു. അതിനുശേഷം കൊറോണ സമയത്ത് നമുക്ക് പണിയില്ലാതായി, കാരണം സ്കൂളില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. അപ്പം ഞാൻ പഠിപ്പിച്ച സ്കൂളും ഹസ്ബൻഡിന്റെ വീടും തമ്മിൽ 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പൊ തിരിച്ച് പിന്നെ പോവണ്ട എന്നൊക്കെ വെച്ച്, എന്നിട്ടും കൊറോണ കഴിഞ്ഞില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 8 മാസം കഴിയും വരെ ഇതിലൊരു മാറ്റം ഉണ്ടായില്ല, എന്നിട്ടും മാറിയിട്ടില്ല. അപ്പോഴാണ് ബമ്പർശ്ശേരിന്റെ പരസ്യം കാണുന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ 4-5 വർഷം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാന് ഈ 2 മാസം മുന്നേ വരെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഒപ്റ്റോമെട്രിസ്റ്റാണ് ഞാൻ. ഗ്രേസ് ഒപ്റ്റിക്കൽസ് എന്ന് പറയും, ഫറൂഖില്. അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കും. ലീവൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എന്റെ മുതലാളി. ഒരു ഇത്രയും ഞാൻ പോയ അത്രയും സമയത്ത് ഒരു ഷെഡ്യൂൾ കുറെ ദിവസം ലീവ് വേണ്ടി. അതായത് പറഞ്ഞു എനിക്ക് അത്രയും സപ്പോർട്ട് അവിടെ നിന്നുണ്ട്, ഒരാഴ്ചയിലധികം. പിന്നെ ഈ ബമ്പർസിന്റെ പാറ്റേൺ മാറിയപ്പോ കുറച്ചുകൂടെ ഷെഡ്യൂളിന്റെ നീളം കൂടി ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തതാ, കാരണം അവർക്കും ബുദ്ധിമുട്ടാവരുതല്ലോ. ശരിയാ. 2 മാസം പെയ്ഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ചോദിച്ചാ ഒന്നല്ല, ഇവളെ അല്ല ഓരോ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പൊതുവെ പറയും. ഫ്ലോറിൽ കാണുമ്പോ എനിക്ക് ചേച്ചിയാണ് കുറച്ചും കൂടി സംസാരിക്കാന്ന് തോന്നും. പക്ഷെ നേരിട്ടാണോ ഈ ചേച്ചി കുറച്ചും കൂടുതൽ സംസാരിക്കണെന്ന് തോന്നുന്നു. അത് ആദ്യമായിട്ടാ. ഞാൻ ജാടയാന്ന് എല്ലാരും പറയാം, കാരണം ഞാൻ അങ്ങനെ സംസാരിക്കൂല. എനിക്ക് കംഫർട്ട് ആയാ ഞാൻ ഓക്കെ. ഞാൻ മറ്റേ ആംബിവേർട്ടാ. അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു ഇംഗ്ലീഷ് നമ്മളെ കംഫർട്ട് സോണിൽ നമ്മുടെ എക്സ്ട്രോവേർട്ടും അല്ലാത്ത സമയത്ത് ഇൻട്രോവേർട്ടും. അതായത് ഞാൻ കണ്ട സമയത്തോ അല്ലെങ്കിൽ കണ്ട് കുറച്ചു കാലം വരെ ഇവള് ഓവറായിട്ട് അങ്ങനെ ഇവള് ഫോൺ ഉണ്ടെങ്കിൽ ഇവള് ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ 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 മാറി. ഇവിടെ കൂടെ കൂടിയിട്ടേ എനിക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, പിടിച്ചു നിൽക്കണ്ടേ. ഇവിടെ ഞാൻ തന്നെയാ പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞിട്ടേ ചില സമയം നിർത്തൂല. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ വരാം. അപ്പൊ അതിന്റെ ഫ്ലോ കളയണ്ടല്ലോ വെച്ച് ഞാൻ കൊറേയൊക്കെ ഞാൻ മാക്സിമം കേട്ടിരിക്കും. എന്നിട്ട് ചിലത് ഞാൻ പറയുമ്പോ ഇവിടെ തന്നെ ചിരിക്കൂ. കുറച്ച് ടൗണിൽ പോയിട്ട് മറ്റേ 100 രൂപ മറ്റേ ഇത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട്, മഴയൊന്നും ഇല്ല എന്നാലും ഞാൻ അതിട്ട്, എനിക്കറിയില്ല എന്തിനാ ഇട്ടെന്ന്. മഴ കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഞാനിത് ഇവിടെ ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോ
ബമ്പർ ചിരിയിലല്ലേ അപ്പോഴാണ് ഞാൻ എന്റെ രൂപത്തിനെ പറ്റി ചിന്തിക്കും. ഡെലിവറി കഴിഞ്ഞ് ICUയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ പേര് കൊടുക്കണല്ലോ. അപ്പൊ ICUയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പേരാലോചിക്കാം എന്താ, കാരണം ഞാൻ വിചാരിച്ചത് എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവും എന്നാണ്. 2 വരി പോരെ? അതിൽ കൂടുതൽ അങ്ങ് ഈ പാട്. ചുമ്മാ സംസാരം, ഫംഗ്ഷൻസിനൊക്കെ വിളിക്കും, എല്ലാ ഫംഗ്ഷൻസിനും. അത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ചോദിക്കുന്ന ചോദ്യം അതിന് സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ്. എത്ര നേരം ഞങ്ങൾ കള്ളാണോ? അങ്ങനെയല്ല,